സത്യൻ, ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം എങ്ങനെയാണ് താങ്കളുടെ? രാഹുൽ ഗാന്ധിയെ പൂർണ്ണമായിട്ടും അനുകൂലിക്കുകയാണോ താങ്കൾ? മഞ്ജുഷ, നമ്മൾ മുൻകാലങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിന് സാരമായ ഒരു തകരാറ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇത് ഹരിയാന, ആദ്യം കർണാടക പറഞ്ഞു, പിന്നീട് മഹാരാഷ്ട്രയുടെ വിശദാംശങ്ങൾ ഇനി വരും. ഒന്നാം ഘട്ടം നേരത്തെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഹരിയാന വരുന്നു. നമ്മൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഇത് 100% ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഇത് 5-6 പ്രശ്നങ്ങളാണോ അല്ലയോ എന്നുള്ളതല്ല. ഇതിന്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സിസ്റ്റമിക് എറർ വളരെ സീരിയസ് ആയിട്ട് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളണം. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ അവിടുത്തെ വോട്ടർ പട്ടിക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രമുഖമായ ടൂൾ. ആ വോട്ടർ പട്ടിക മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിന് ഉത്തരം പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ അതിന് ഉത്തരം പറയാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ വിചിത്രമായ ഒരു സാധനമാണ്. എന്ന് മാത്രമല്ല, ഉത്തരം പറഞ്ഞപ്പോഴൊക്കെ അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വശം പിടിച്ചത്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവിനെ പോലെയാണ് സംസാരിച്ചത് എന്നുള്ളത് വളരെ വിചിത്രമാണ്. ഈ അടുത്ത ഒരു രസകരമായ സംഗതി, ഇതിനെപ്പറ്റിയുള്ള രേഖകൾ ചോദിക്കുമ്പോൾ, ഇതിന്റെ തെളിവുകൾ ആവശ്യപ്പെടുമ്പോൾ, ഇതിന്റെ CCTV ഫുട്ടേജസ് ആവശ്യപ്പെടുമ്പോൾ വളരെ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞിട്ടാണ് ആക്ച്വലി അത് തടയുന്നത്. അതെന്തിനാണ് അത് സംഭവിക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് മഞ്ജുഷിന് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞുതരും. സ്വകാര്യതയുടെ ലംഘനം എന്നൊക്കെയാണ്. അതായത് ഒരു പോളിംഗ് ബൂത്തിൽ ആൾക്കാർ നിരന്ന് നിന്ന് വോട്ട് ചെയ്യുന്നതിന്റെ ഒരു ഫുട്ടേജ് കൊടുക്കുന്നത് സ്വകാര്യതയുടെ ലംഘനമാകുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് ഇത്രയും വളരെ നിസ്സാരപ്പെട്ട കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിനെ തടുത്തു നിർത്താൻ അവർ ശ്രമിക്കുന്നത്? അതുപോലെ തന്നെ ഈ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാമെന്നിരിക്കെ അതിന് പകരമായിട്ട് മൊത്തം പ്രിന്റ് എടുത്തു കൊണ്ടുപോകാനുള്ള അനുവാദം കൊടുക്കുന്നതിനാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇലക്ഷൻ കമ്മീഷൻ ഇതിനകത്ത് കാര്യമായി എന്തോ ഒളിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അവരുടെ ഈ തത്രപ്പാടുകൾ കാണുമ്പോൾ, അവരുടെ ഈ വെപ്രാളം കാണുമ്പോൾ എന്തിനാണ് ഇവര് ഭയക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് കൂടെ നമ്മൾ ഉത്തരം കണ്ടെത്തണം. അപ്പം കൈകൾ ശുദ്ധമാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഭയക്കേണ്ട കാര്യമില്ലല്ലോ. കൈകൾ ശുദ്ധമാണെങ്കിൽ വളരെ ട്രാൻസ്പെറന്റ് ആയ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഒരു പ്രതിപക്ഷ പാർട്ടി ഇന്ത്യയിലെ ഏതാണ്ട് 50-60 വർഷം ഭരിച്ച ഒരു പാർട്ടി കുറച്ച് രേഖകൾ ചോദിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അവരെ ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ? 2 ലോഡ് നിറച്ച് പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുത്തിട്ട് ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഇലക്ട്രോണിക് ഫോർമാറ്റിൽ വളരെ നിഷ്പ്രയാസം കൊടുക്കാവുന്ന സാധനമല്ലേ ഇത്? ഇലക്ട്രോണിക് ഫോർമാറ്റിൽ അത് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടല്ലോ. അപ്പൊ അത് കണ്ടുപിടിക്കരുത് എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്ദേശം. ഇനി രണ്ടാമത്തെ കേസ് നമുക്കറിയാം. സ്വകാര്യത എന്താണ് എന്ന് നമുക്കറിയാം. അതിനകത്ത് കോടതിയുടെ പല വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും സുപ്രീം കോടതിയുടെ കാലാകാലങ്ങളിലുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ട് അതിനെ വലുതാക്കി എടുത്തു എന്നുള്ളൊരു പോയിന്റ് പോരായ്മ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വകാര്യത എന്ന് പറയാവുന്ന ഒരു ഇലക്ഷൻ പോളിംഗ് ബൂത്തില് ആൾക്കാർ നിരനിരയായിട്ട് നിന്ന് വോട്ട് ചെയ്യുന്നതിൽ വോട്ട് ചെയ്യുന്ന ആ രംഗം പകർത്തിയിട്ടുണ്ടെങ്കിൽ, അതെന്തായാലും പകർത്തില്ല, ആ രംഗം പകർത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് സ്വകാര്യതയുടെ ലംഘനമാകുന്നത്. അല്ലാതെ ആൾക്കാർ ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്നതിന്റെ ഫൂട്ടേജ് കൊടുക്കുന്നത് സ്വകാര്യതയുടെ ലംഘനമാകുന്നത് എങ്ങനെയാണ്? അപ്പം ഇതിനാണെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തോ വളരെ കാര്യമായ ഒരു സിസ്റ്റമിക് എറർ വളരെ ഗംഭീരമായിട്ട് ഇതാ സംഭവിക്കുന്നുണ്ട്. ആ എറർ എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് മറയ്ക്കാൻ ഇലക്ഷൻ കമ്മീഷൻ സിബി, ഇരട്ട വോട്ടുകൾ എന്നുള്ള കാര്യം അത് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് പലതവണയും പല സംസ്ഥാനങ്ങളിലും അത് തെളിഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ, ഇപ്പോൾ BJPക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന, കേരളത്തിലിരുന്ന് ആരോപണം ഉന്നയിക്കുന്ന CPM പോലും ഇവിടെ കേരളത്തിൽ തങ്ങൾക്കെതിരെ ഇതേ ആരോപണം വരുമ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ കൂടി വരുന്നുണ്ട്. അതും നമ്മൾ കാണാറുള്ളതാണ്. അതായത് ഈ സംസ്ഥാനങ്ങളിൽ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ BLAമാരുണ്ട്, അതിൽ BLOമാരുണ്ട്. BLOമാർ എന്ന് പറയുന്നത് റവന്യൂ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അപ്പോൾ അതാത് സംസ്ഥാനങ്ങളിൽ ഭരണത്തിലിരിക്കുന്നവർക്ക് വേണമെങ്കിൽ സ്വാധീനം ചെലുത്താമെന്നുള്ള വാദം ഉന്നയിക്കാം. അങ്ങനെ ഉണ്ടായിട്ടുമുണ്ട്. പിന്നെ BLAമാർ ഓരോ പാർട്ടികൾക്കുമുണ്ട്, അവർക്കും ഇതിൽ പങ്കാളിത്തമുണ്ട്. അവർക്ക് ഇതിൽ തടസ്സവാദം ഉന്നയിക്കുവാനുള്ള അവസരമുണ്ട്. അവർക്ക് ഈ വോട്ടർ പട്ടിക കാണുവാനുള്ള അവസരം ആ സമയത്ത് തന്നെ കിട്ടുന്നതുമാണ്. അപ്പീൽ പോകുവാനുള്ള അവസരമുണ്ട്. പലതവണ ഫിൽറ്ററിങ്ങിന് ശേഷമാണല്ലോ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു. അവിടെയൊന്നും ഈ തടസ്സവാദം ഉന്നയിക്കുന്നില്ല എന്ന വാദമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിക്കുന്നത്. അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ടാണ് ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന കാര്യവും ഇല്ലല്ലോ. അങ്ങനെയുള്ള വാദങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഇല്ല, ഇതിനകത്ത് 1-2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഞ്ജുഷേ. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇരട്ട വോട്ടുകൾ, ഉദാഹരണമായിട്ട് ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിയെ മറ്റൊരു സ്ഥലത്തേക്ക് വിവാഹം കഴിച്ചയക്കുമ്പോൾ അവിടെയും വോട്ട് ചെയ്യില്ലെന്നു, അങ്ങനെയൊക്കെയുള്ള യാദർച്ഛികമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കേരളത്തിലടക്കമുള്ള വോട്ടർ പട്ടികയിൽ വൻതോതിൽ കള്ളവോട്ടുകൾ കയറ്റിയിട്ടുണ്ട്, വൻതോതിൽ കള്ളവോട്ടുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് എന്റെ അറിവ് എത്ര കണ്ട് ശരിയാണെന്ന് പറഞ്ഞാൽ, എന്റെ അറിവനുസരിച്ച് ഈവൻ നമ്മുടെ കേരളത്തിന്റെ വടക്കൻ മേഖലയിലുള്ള പല കോൺസ്റ്റിറ്റ്യുവൻസികളിലും സ്ത്രീ പുരുഷ അനുപാതത്തിലെ വോട്ടർമാരുള്ളതിൽ ഹ്യൂജ് ഡിസ്ക്രിപ്പൻസി ഉണ്ട്. ഭയങ്കര വ്യത്യാസമാണ്. കാരണം കേരളത്തിലെ ജനസംഖ്യ അനുശാസിക്കാത്ത വണ്ണം വിധമുള്ള വ്യത്യാസം പുരുഷ സ്ത്രീ വോട്ടർമാർക്കിടയിലുണ്ട്.
അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ത്രീകൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ വോട്ടുണ്ട് എന്നുള്ളതാണ് അതിനൊരു കാരണം. അപ്പൊ ഈ വോട്ടുകളല്ല ഈ സ്ത്രീകൾ ചെയ്യുന്നില്ലെങ്കിലും ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കുമോ രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ട് ചോരി ആരോപണം വളരെ അപ്രധാനമായ ഒരു വാർത്തയായിട്ട് ഇന്ന് ദേശാഭിമാനി നൽകിയത്? ദേശാഭിമാനിക്ക് അത് തൊടാൻ പറ്റില്ലല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു കൃത്യമായി കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു 15 to 20 ലക്ഷം വോട്ടുകൾ കേരളത്തിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടി വരും നിലവിൽ. അത്രയേറെ ഡിസ്ക്രിപ്പൻസി കേരളത്തിലെ വോട്ടർ പട്ടികയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ SIR വരട്ടെ. ഈ SIR-ന്റെ ഒരൊറ്റ കുഴപ്പമില്ല. SIR ബീഹാറിൽ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശശുദ്ധിയുടെ പ്രശ്നം കൊണ്ടാണ്. SIR എന്ന് പറയുന്ന സംഭവം ഇപ്പം തന്നെ SIR കേരളത്തിൽ നടപ്പിലാക്കുന്നത് കൃത്യമായി യാതൊരു ഫോമുകളോ യാതൊരു സംഭവങ്ങളോ ഇല്ലാതെ ഒരു റാൻഡം എക്സസൈസ് എന്ന നിലയിലാണ്. SIR എന്ന് പറയുന്ന സാധനം പല ഫോമുകള് പുതിയ ഫോമുകൾ ആവശ്യത്തിന് ഫോമുകൾ കരുതുന്നില്ല. അത്തരത്തിലുള്ള ഒരു പൂർണ്ണമായ ഒരു കൃത്യമായ ഒരു തയ്യാറെടുപ്പില്ല തുടങ്ങിയ പല പരാതികൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. ഞാൻ അനുഭവസ്ഥനല്ല, കാരണം ഞാൻ നാട്ടിൽ കേട്ട വിവരം അനുസരിച്ച് അതൊട്ടും ഒരു പ്രോപ്പർ രീതിയിലല്ല പല കാര്യങ്ങളും ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്ന് മാത്രമല്ല, ബീഹാറിൽ ഈ SIR തുടങ്ങിയത് തന്നെ വോട്ടർമാരെ ഡിലീറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അത് വളരെ പൊളിറ്റിക്കൽ മൂവ് ആയിരുന്നു. ഒരിടത്ത് മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിലും ഹരിയാന പോലുള്ള സ്ഥലങ്ങളിലും BJP അഡോപ്റ്റ് ചെയ്ത ഒരു നയം വരുന്നത്. ഇത് കൂടുതലും ഡിലീറ്റ് ചെയ്യുകയാണ് ഇവിടെയും വരുന്നത്. കേരളത്തിൽ അങ്ങനെ വരികയുള്ളൂ. കാരണം ഇരട്ട വോട്ടുകൾ ആഡ് ചെയ്യുകയല്ലോ, ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെ, അത് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒരു വലിയ പ്രശ്നം വരുന്നത് എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് ഒരു മോശമായ ഉദ്ദേശത്തോടു കൂടി ഡിലീറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു പ്രത്യേക ജനവിഭാഗത്തെ ഡിലീറ്റ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉദ്ദേശശുദ്ധിയാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്ത്യയിലെ വോട്ടർ പട്ടിക കംപ്ലീറ്റ് ആയിട്ട് ഉടച്ചു പാർക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് കഴിയുമെങ്കിൽ ആധാർ കാർഡുമായിട്ട് ബന്ധിപ്പിക്കാൻ എന്തുകൊണ്ടാണ് സർക്കാർ വൈകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് എന്തുകൊണ്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ആധാർ കാർഡിലെ ഒരു ഗുണം, അതായത് ബയോമെട്രിക്കുകൾ കോപ്പി ചെയ്യാൻ പറ്റില്ലല്ലോ. ബയോമെട്രിക്സ്, അതായത് നിങ്ങളുടെ കണ്ണിന്റെ റെറ്റിനയും നിങ്ങളുടെ വിരലടയാളവും വേറൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ആധാറുമായിട്ട് നിങ്ങളുടെ വോട്ടർ കാർഡുകൾ നിങ്ങൾ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാൽ നിങ്ങൾക്ക് തെറ്റായ ഒരു ഇരട്ട വോട്ടോ ഇന്ത്യയിൽ ഉണ്ടാവില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ അത്തരത്തിലേക്ക് ചിന്തിക്കാത്തത്? അപ്പം ഈ ഒരു അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അവർക്കത് ചെയ്യണ്ട എന്നുള്ളതുകൊണ്ടാണ്. അവർക്കത് ചെയ്യണ്ട. ഇതിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ എന്തോ ഒളിക്കാനുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞ 100 കഥകളിൽ 2 കഥകൾ തെറ്റായതുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ കഥകളെല്ലാം തെറ്റാണ്. ശരി. ശ്രീ MS വേണുഗോപാൽ, താങ്കളുടെ നിരീക്ഷണം എങ്ങനെയാണ് ഇപ്പോൾ ഈ